Hi students, welcome to your new class. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഇ കണ്ടന്റ് ആൻഡ് ടൂൾസ് എന്നാണ് പറയുന്നത്. എന്താണ് ഈ കണ്ടന്റ്? ഇലക്ട്രോണിക് കണ്ടന്റുകളാണ്. അപ്പോൾ നമ്മളിവിടെ കുറേ തരത്തിലുള്ള മെത്തേഡ്സും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതിൽ ICT സ്കിൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്നത്തെ കാലത്ത് എഡ്യൂക്കേഷണൽ ഫീൽഡിൽ എന്നുള്ളതാണ് പറയുന്നത്. കാരണം ഇത് ഡിജിറ്റൽ ആയിട്ടുള്ള ടീച്ചിങ്ങും ലേണിങ്ങും ഉള്ള എൻവയോൺമെൻ്റ് ആയി മാറിയിട്ടുണ്ട്. സോ അവിടെ ഈ കണ്ടന്റുകൾ സെർവ്സ് ദിസ് പർപ്പസ് ഇൻ ദിസ് വേരിയസ് ഫോം സച്ച് ആസ് വെബ് ബേസ്ഡ് ആയിട്ടുള്ള ലേണിംഗ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ലേണിംഗ്, മൊബൈൽ ബേസ്ഡ് ആയിട്ടുള്ള ലേണിംഗ്, വെർച്വൽ ക്ലാസ് റൂംസ്, ഡിജിറ്റൽ കൊളാബറേഷൻ എല്ലാം വരുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ കണ്ടന്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ടെക്സ്റ്റ്. ഇവിടെ നമ്മൾ ടെക്സ്റ്റ് യൂസ് ചെയ്യുന്നു, ഓഡിയോ യൂസ് ചെയ്യുന്നു, വീഡിയോ യൂസ് ചെയ്യുന്നു, അതേപോലെ തന്നെ ഇമേജസ്, ആനിമേഷൻ വിത്ത് വിഷ്വൽ ഇഫക്ട്സ് ദാറ്റ് ഈസ് ഡെലിവേർഡ് വയ ഇന്റർനെറ്റ്, സാറ്റലൈറ്റ് ബ്രോഡ്കാസ്റ്റ് ഓർ മൊബൈൽ ടെക്നോളജി. അപ്പോൾ ഈ ഒരു ഈ കണ്ടന്റ് പ്രത്യേകത എന്താ? ഇത് വളരെ വാല്യുബിൾ ആയിട്ടുള്ള പവർഫുൾ ടൂളായിട്ട് എഡ്യൂക്കേഷനിൽ ഇന്ന് മാറിയിരിക്കുകയാണ് ഈ കണ്ടന്റ് എന്ന് പറയുന്നത്. കാരണം ഒരു ടീച്ചർ എടുക്കുന്ന ക്ലാസ് ടെക്സ്റ്റ് യൂസ് ചെയ്തിട്ടും ഓഡിയോസും വീഡിയോസും ഇമാജിൻ ചെയ്യാനുള്ള കഴിവുകൾ കുട്ടികൾക്ക് ഉണ്ടാക്കുക, ആനിമേഷൻ നമുക്ക് സാങ്കല്പികമായി തന്നെ അതെല്ലാം കണ്ട് മനസ്സിലാക്കാനുള്ള ഒരു അവസ്ഥ ഇതിലൂടെ ഇൻ്റർനെറ്റിൻ്റെയും സാറ്റലൈറ്റിൻ്റെയും മൊബൈലിൻ്റെയും ഒക്കെ സഹായത്തോടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെ തന്നെയാണ് ഈ കോണ്ടന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് വളരെ വാല്യുബിൾ ആണ്. കാരണം ലേണേഴ്സിനും അതേപോലെ ടീച്ചേഴ്സിനും ഒരുപോലെ ഹെൽപ്ഫുൾ ആണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിൽ അപ്പോൾ ഈ കണ്ടന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഓൾ കൈൻഡ്സ് ഓഫ് കണ്ടന്റ് ക്രിയേറ്റഡ്, എന്തൊക്കെ തരത്തിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു ആൻഡ് ഡെലിവർ ചെയ്യപ്പെടുന്നു ത്രൂ വേരിയസ് ഇലക്ട്രോണിക് മീഡിയ, പലതരത്തിലുള്ള ഇലക്ട്രോണിക് മീഡിയ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു കാര്യങ്ങൾ ഡെലിവർ ചെയ്യുകയും ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ തന്നെയാണ് ഈ കണ്ടന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ പറയാന്ന് വെച്ചാൽ ഈ ലേണിംഗ് ഈസ് ദ എക്സ്പ്രഷൻ ബ്രോഡ്ലി യൂസ് ടു ഡിസ്ക്രൈബ് ഇൻസ്ട്രക്ഷണൽ കണ്ടന്റ് ഓർ ലേണിംഗ് എക്സ്പീരിയൻസ് ഡെലിവേർഡ് ഓർ എനേബിൾഡ് ബൈ ഇലക്ട്രോണിക് ടെക്നോളജി. ഇലക്ട്രോണിക് ടെക്നോളജിയുടെ സഹായത്തോടു കൂടിയിട്ട് ഏതെങ്കിലും ഒരു കണ്ടന്റിനെ കൃത്യമായിട്ട് ലേണിംഗ് എക്സ്പീരിയൻസ് ഉണ്ടാക്കി കൊടുക്കാൻ ഡെലിവർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ തന്നെയാണ് ഈ ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഈ കണ്ടന്റ്. അപ്പോൾ ഈ കണ്ടന്റ് എന്താണെന്നുള്ളത് ഇവിടെ ഈ ഒരൊറ്റത്തിൽ തന്നെ വ്യക്തമായി പറയുന്നത്. ഈ കണ്ടന്റ് ഈസ് ടേംഡ് ആസ് ഇലക്ട്രോണിക് കണ്ടന്റ് ദാറ്റ് ഇൻക്ലൂഡ്, അതിൽ എന്തൊക്കെ വരാം? നമുക്ക് ടെക്സ്റ്റ്, ഇമേജ്, ഗ്രാഫിക്സ്, അനിമേഷൻ, ഓഡിയോ ആൻഡ് വീഡിയോ. ഇത്രയും കാര്യങ്ങളിലൂടെയാണ് പഠനം പഠിപ്പിക്കലും മനസ്സിലാക്കലും എന്നുണ്ടെങ്കിൽ ടീച്ചിങ് ആൻഡ് ലേണിംഗ് ഈ ഒരു ടെക്നോളജിയുടെ സഹായത്തോടെ ചെയ്യുന്നത് തന്നെയാണ് ഈ കണ്ടന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ കണ്ടന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ഇതിൽ പ്രധാനമായിട്ടും എന്താണ്? ടെക്നോളജിക്കലി ഫ്രണ്ട്ലി. ഇങ്ങനെ വരുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് തന്നെ അവർക്ക് മെറ്റീരിയൽസ് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒരു കമ്പ്യൂട്ടർ സഹായത്തോടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പഠിക്കുന്നതിന് വേണ്ടി ഡൗൺലോഡ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ. അപ്പോൾ ടെക്നോളജിക്കലി ഇത് വളരെ ഫ്രണ്ട്ലി ആണ്, ലേണേഴ്സ് ഫ്രണ്ട്ലി ആണ്, പഠിക്കുന്ന ആളിനും ഇത് വളരെ സഹായമാണെന്നുള്ളതാണ് പറയുന്നത്. ലേണർ സെൻട്രിക് ആണ്. ഇവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് പഠിപ്പിക്കുന്ന ആൾക്കല്ല, പഠിക്കുന്ന ആളിനാണ് ഇമ്പോർട്ടൻസ് കൂടുതൽ. ടീച്ചേഴ്സ് ഫ്രണ്ട്ലി, ടീച്ചേഴ്സിനും ആ കണ്ടന്റിനെ ഈസി ആയിട്ട് തന്നെ ക്ലാസ് റൂം വഴിയോ ലെക്ചറിങ് ടു എ ഗ്രൂപ്പോ ലാബ് സെഷനോ ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ ഫീച്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്ന ടൈപ്സ് ഓഫ് ഈ കണ്ടന്റ്. എത്ര തരത്തിലാണ് ഈ കണ്ടന്റ് വരുന്നത്? അതിൽ ഫസ്റ്റ് വൺ അസംബിൾഡ് ഈ കണ്ടന്റ്. ആദ്യത്തെ പോയിന്റ് പറയുന്നത് അസംബിൾഡ് ഈ കണ്ടന്റ് ആണ്. ഇതിൽ പ്രധാനമായിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന കമ്പൈൽ ചെയ്യുക, അസംബിൾ ചെയ്യുക സെവറൽ റിസോഴ്സസ് ആൻഡ് ബുക്സ് വിത്ത് ഡ്യൂ കെയർ ടേക്കൺ കോപ്പിറൈറ്റ് ഇഷ്യൂസ്. അതായത് ഏതെങ്കിലും ഒരാൾ പ്രസിദ്ധീകരിച്ച ബുക്കൊക്കെ ആണെച്ചാൽ അതിൽ നിന്ന് വല്ലതൊക്കെ എടുത്ത് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂ ഒക്കെ നമുക്ക് വരാം. അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധാപൂർവ്വം നോക്കിയിട്ട് ആ കണ്ടന്റ് വേണ്ട ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന രീതി, അതായത് അസംബിൾ ചെയ്യുക, എല്ലാറ്റിനെയും നമ്മൾ കിട്ടാവുന്ന റിസോഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് കളക്ട് ചെയ്യുക, പിന്നെ അതിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അത് കിട്ടിയതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യുക? പല സോഴ്സിൽ നിന്ന് കിട്ടിയതിനെ നമ്മളുടെ വർക്കാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതിനെയൊക്കെ നമ്മൾ വീണ്ടും ഒന്നുകൂടി മോഡിഫൈ ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ കണ്ടന്റ് സാധാരണയായിട്ട് ഉണ്ടാവുക. ഒന്ന് അസംബിൾഡും ആണ്, ഒന്ന് ക്രിയേറ്റഡും ആണ്. ഇനി എന്താണ് ഇതിന്റെ ഫോംസ് എന്ന് പറയുന്നത്? ഈ കണ്ടന്റിന്റെ ഫോംസ് എന്ന് പറയുന്നത് നമുക്ക് ഏതൊക്കെ രൂപത്തിൽ കൊടുക്കാം? ടെക്സ്റ്റുകളായിട്ട്. ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിൽ പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് ആണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. ഒരു ടെക്സ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യുക, ലൈക്ക് നമ്മുടെ ലാപ്പിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലൊക്കെ ഉള്ള പോലെ വേർഡ് പാഡ് ഉണ്ടാവും, MS വേർഡ് ഉണ്ടാവും. അത് വെച്ചിട്ട് നമുക്ക് ഉള്ള കാര്യങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ ഒരു ഫയലാക്കിയിട്ട് സേവ് ചെയ്യുക. അതായത് .txt, .doc, HTML, PDF എന്നുള്ള ലെവലിൽ നോട്ട് പ്രിപ്പയർ ചെയ്തിട്ട് നമ്മളത് ഈ ഒരു ഇലക്ട്രോണിക് മീഡിയ യൂസ് ചെയ്തിട്ട് തന്നെ ടെക്സ്റ്റ് ആക്കി കൺവേർട്ട് ചെയ്യുക.
രണ്ടാമത്തത് പിക്ചേഴ്സ് യൂസ് ചെയ്യുന്നു. അപ്പോൾ പിക്ചേഴ്സ് യൂസ് ചെയ്യുമ്പോൾ എന്താ അതിൻ്റെ പ്രത്യേകത? അതിൻ്റെ ക്വാളിറ്റി ആൻഡ് അട്രാക്ഷൻ ഈ കണ്ടന്റ് ഏറ്റവും കൂടുതൽ പിക്ചേഴ്സിന് കൂടുതലാണ്. ഇത് നമുക്ക് സ്റ്റോർ ചെയ്യാനും പല ഫോർമാറ്റിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. നമുക്കറിയാം ഏകദേശം അത് സ്റ്റോർ ചെയ്യുന്നത് പറഞ്ഞാൽ .bmp, ജിഫ്, JPG, PNG, BMPS അങ്ങനെയൊക്കെയുള്ള ഇതിലാണ് നമുക്ക് മില്യൺസ് ഓഫ് കളേഴ്സ് പിക്ചേഴ്സ് ഇതുവഴി നമുക്ക് സ്റ്റോർ ചെയ്യാവുന്നതാണ്. അപ്പോൾ പോപ്പുലറായിട്ട് ഉപയോഗിക്കുന്ന പിക്ചേഴ്സ് ഡിഫറെൻറ്റ് പ്രോഗ്രാംസ്, അപ്പോൾ പലതരത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിലൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ജിഫ് എന്ന് പറയുന്നത്, GIF എന്ന് പറയുന്നത്. അപ്പോൾ കംപ്രസ്ഡ് ഫോം JPG ഫോർമാറ്റ് ഉണ്ട്. അങ്ങനെ നമുക്ക് ഈ കണ്ടന്റിന് ഫയൽ സൈസിനൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് വേണ്ട രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ പിക്ചേഴ്സും അതിൻ്റെ ഒരു ഫോമാണ്. അപ്പോൾ ടെക്സ്റ്റും വരും, പിക്ചേഴ്സും വരും. പിന്നെ സൗണ്ടുകൾ, പല കണ്ടന്റുകളും നമുക്ക് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ബെറ്റർ പ്രസൻറ്റേഷന് വേണ്ടിയിട്ട് അവിടെ യൂസ് ചെയ്യാം. അതും ഈ കണ്ടന്റിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ഈ പറഞ്ഞിരിക്കുന്ന ഓഡിയോ ഫോർമാറ്റുകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. പിന്നെ MP3 അതൊക്കെ നമുക്ക് കോമൺ ആയിട്ട് അറിയുന്ന കുറച്ച് കാര്യങ്ങളാണ്. മ്യൂസിക്കൊക്കെ സ്റ്റോർ ചെയ്യാനും അതേപോലെ എക്സ്ചേഞ്ച് ചെയ്യാനും ഡിജിറ്റൽ മ്യൂസിക്കുകളൊക്കെ വേണ്ടിയിട്ട് സൗണ്ടും ഇതിനൊരു മാധ്യമമാണ്. നാലാമത്തെ വീഡിയോസ് ആയിട്ട് ചെയ്യാം. അവിടെയും ഈ ഒരു ഇതാണ് അതിൻ്റെ ഒരു പ്ലാറ്റ്ഫോമുകൾ ഫോർമാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ വളരെ പോപ്പുലർ ആയിട്ട് തന്നെ വീഡിയോസ് MPJ, അതേപോലെ തന്നെ RMI, MPG, WMV അതൊക്കെ അതിൻ്റെ ഫോർമാറ്റുകളാണ്. നെക്സ്റ്റ് അനിമേഷൻ ഫോമിലും നമുക്ക് ഈ ഒരു കോണ്ടന്റ് കൊടുക്കാൻ പറ്റും. അനിമേഷനിൽ നമുക്കറിയാലോ ഒരു 2D 3D അനിമേഷൻ പവർഫുൾ കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഫോർമാറ്റുകൾ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമുക്കത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നെക്സ്റ്റ് പറയുന്നത് സിമുലേഷനാണ്. സിമുലേഷൻ എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായിട്ടും റിയൽ ടൈം ഇൻട്രാക്ഷൻ ആണ്. ഒരേ സമയത്ത് തന്നെ നമ്മൾ ഒരു വെർച്വൽ ലാബ് പോലെ തന്നെ ടീച്ചിങ് സയൻസ് സബ്ജക്ട് ലൈക്ക് മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി അതൊക്കെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് സിമുലേഷൻ യൂസ് ചെയ്തുകൊണ്ട് കുറച്ചും കൂടി അത് ലേണിംഗ് ഈസി ആക്കാനും ഇൻട്രസ്റ്റിംഗ് ആക്കാനും ഒക്കെ സാധിക്കുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതൊക്കെയാണ് ഈ ഒരു മെത്തേഡുകൾ എന്ന് പറയുന്നത്. ഫ്ലാഷ് പ്ലെയർ ഒക്കെ യൂസ് ചെയ്തിട്ട് പ്രസൻറ്റേഷൻസ് നമുക്ക് ചെയ്യാം. PPT പ്രസൻറ്റേഷൻ, അതായത് പവർ പോയിന്റിൽ മൈക്രോസോഫ്റ്റിലെ പവർ പോയിന്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രസൻറ്റേഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുള്ള UGCയുടെ നോംസ് പ്രകാരം തന്നെ ഈ കണ്ടന്റ് ഡെവലപ്മെന്റ് നീഡ്സ് ഫോളോയിങ് കാറ്റഗറീസ് ഹോം, ഒബ്ജക്റ്റീവ്സ്, സബ്ജക്റ്റ് മാപ്പിംഗ്, സമ്മറി, ടെക്സ്റ്റ് ഇങ്ങനെയൊക്കെ അതിലുണ്ടായിരിക്കും. അപ്പോൾ അവിടെ നിന്നാണ് നമ്മളിതൊക്കെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഇതിനെയൊക്കെ കാറ്റഗറി അറേഞ്ച് ചെയ്യുക സീക്വൻഷ്യലായിട്ട് നമ്മുടെ സബ്ജക്റ്റ് എക്സ്പേർട്സ്, ഒപ്പം തന്നെ ഒരു ടെക്നിക്കൽ സപ്പോർട്ടേഴ്സും ഉണ്ടായിരിക്കും. എന്നിട്ടാണ് ഈ കണ്ടന്റ് മെറ്റീരിയൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഫോംസ് എന്ന്. അപ്പോൾ എന്താണ് ഈ കണ്ടന്റ്, അതിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ നോക്കി, അതിൻ്റെ ടൈപ്സ് നോക്കുന്നുണ്ട്. ഇനി എവിടേക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നതെന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഫോർമാറ്റ് എന്തൊക്കെയാണ്, ഈ ഒരു പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ അവർ ഫോർമാറ്റ് പറയുന്നുണ്ട്. PDF ആയിട്ടും LIT ആയിട്ടും RTF റിച്ച് ടെക്സ്റ്റ് ഫോർമാറ്റ്, അതുപോലെ തന്നെ നൈറ്റ്, കിച്ചൺ, സ്റ്റൂൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോർമാറ്റുകൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടൈപ്സ് ഓഫ് ഈ കണ്ടന്റ് ഓഥറിങ് ടൂൾസുകൾ പറയുന്നുണ്ട്. ഇതൊക്കെയാണ് അതിൻ്റെ ടൂൾസുകൾ. സ്കോം എന്ന് പറയുന്നത് ഷെയറബിൾ, കോഴ്സ്വെയർ, ഒബ്ജക്റ്റ് റെഫറൻസ് മോഡൽ, AICC, പ്രൊമറ്റസ്, അറീഡിയൻ ആൻഡ് ADL, ASL ആൻഡ് LTSC അങ്ങനെ കുറേ ഫോർമാറ്റുകൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു ഈ കണ്ടന്റ് ഡെവലപ്മെൻറ്റിൻ്റെ ഫേസസ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഈ ഒരു ഡെവലപ്മെൻറ്റ് സ്റ്റേജസ് എന്ന് പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റ് പറയുന്നത് അനാലിസിസ് ഫേസ് ആണ്. എന്താണ് ഈ അനാലിസിസ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ ഈ ഒരു ഫേസ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയി മനസ്സിലായി ഏത് ഏരിയ ഇപ്പോൾ കറണ്ട് സിറ്റുവേഷൻ ഉള്ളത് ഏത് ഏരിയ ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. അതായത് സബ്ജക്റ്റ് എക്സ്പേർട്സിൻ്റെ വ്യൂസ് ആണോ, ഏതെങ്കിലും ഓഡിയൻസിനെ നമ്മൾ ഫോക്കസ് ചെയ്തിട്ടാണോ, എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റീവ്സും ഗോൾസും കൺസിഡർ ചെയ്യാനാണോ എന്നുള്ള കാര്യം ആദ്യം നമ്മൾ, അതുകൊണ്ട് തന്നെ ഓഡിയൻസിനെ നമ്മൾ പഠിക്കുക, അവരുടെ സ്കില്ല് പഠിക്കുക, അതിൻ്റെ ബഡ്ജറ്റ്, ഈ കണ്ടന്റിന് എത്ര രൂപ വരെ നമുക്ക് ചിലവഴിക്കാം, ഡെലിവർ ചെയ്യേണ്ട മെത്തേഡ്, അതിലുള്ള കൺസ്ട്രെയിൻസ്, ആ ഡ്യൂ ഡേറ്റ്സിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ ഒന്ന് അനാലിസിസ് ചെയ്യാം. അതിനുശേഷം ആ ഒരു ഫേസ് ഡിസൈൻ ചെയ്യുന്നു. അപ്പോൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഏത് ഫോർമാറ്റാണ് വേണ്ടത് എന്നുള്ളതാണ് നോക്കുന്നത്. ആ ഒരു ലേണിംഗ് സിറ്റുവേഷനെ നമ്മൾ ഡിസൈൻ ചെയ്യണം കംപ്ലീറ്റ് ആയിട്ട്. അങ്ങനെ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഈ കണ്ടന്റ് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് ഒരു പ്ലാനിങ് അവിടെ കിട്ടും. സോ അവിടെ വി മസ്റ്റ് നോ ദ പ്ലാനിങ്, നമ്മൾ ആ പ്ലാനിങ് അറിയണം, ആ റെലവൻറ്റ് സോഫ്റ്റ്വെയർ എന്താണെന്നുള്ളത് യൂസ് ചെയ്യണം, റിക്വയർഡ് സ്കിൽസ് വേണം, ക്രിയേറ്റീവ് ആൻഡ് ഇന്നോവേറ്റീവ് ആയിട്ട് ഇൻട്രാക്ഷൻ വേണം സബ്ജക്റ്റ് കണ്ടന്റിൻ്റെ. അപ്പോൾ ടെക്സ്റ്റ്, പിക്ചർ, വീഡിയോ, സ്യൂട്ടബിൾ അനിമേഷനൊക്കെയാണ് ഡിസൈൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ഡിസൈൻ ചെയ്ത് ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഡെവലപ്മെൻറ്റ് ചെയ്യാം, ഡെവലപ്പ് ചെയ്തെടുക്കുക. ഡെവലപ്പ് ചെയ്യുമ്പോൾ അവിടെ എന്താ പ്രത്യേകത, ക്രിയേറ്റ് കണ്ടന്റ് ബൈ മിക്സിംഗ് ഓഫ് ടെക്സ്റ്റ്. ഒരേ രീതിയിലല്ല, ചിലപ്പോൾ ടെക്സ്റ്റിൻ്റെ ഒപ്പം ഓഡിയോ, വീഡിയോ, അനിമേഷനൊക്കെ കൊടുത്തുകൊണ്ട്
ബ്ലോഗായിട്ടും ലിങ്കുകളായിട്ടും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിട്ടും സം പ്രോഗ്രാമിംഗ് സ്പെസിഫിക്കേഷൻസ് ഒക്കെ കൊടുത്തുകൊണ്ട് അവിടെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ദിസ് ഫേസ് ടേക്സ് ദ മെറ്റീരിയൽ പ്രൊഡ്യൂസ്ഡ് ഇൻ റൈറ്റിംഗ് ആൻഡ് പ്ലാനിങ് ഫേസസ് ആൻഡ് ടേൺസ് ഇൻ ടു പ്രൊഡക്റ്റ്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ മെറ്റീരിയലിനെ നമ്മൾ എന്താണ് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് റൈറ്റിംഗ് ആയിട്ടോ അല്ലെങ്കിൽ പ്ലാനിങ് ഫേസസ് ആൻഡ് ടേൺസ് ഇൻ ടു പ്രൊഡക്റ്റ് ആക്കിയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇനി നാലാമത്തെ സ്റ്റേജിൽ വരുമ്പം അവിടെ എന്താ ടെസ്റ്റിംഗ് ഫേസ് ആണ്. ഈ ചെയ്ത കാര്യങ്ങൾ ഈ കണ്ടന്റിനെ ആക്ച്വൽ എഡ്യൂക്കേഷൻ ഫീൽഡിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യാം, വി മസ്റ്റ് ടെസ്റ്റ് ദ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടോ, കണ്ടന്റ് എറേഴ്സ് വരുന്നുണ്ടോ, പിക്ചറൊക്കെ നല്ല ക്ലാരിറ്റിയിൽ തന്നെയാണോ കിട്ടിയിരിക്കുന്നത്, അതിൻ്റെ റെലവൻറ്റ് വീഡിയോസ് തന്നെയാണോ നമ്മളതിലേക്ക് ചേർത്തിരിക്കുന്നത്, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഓഡിയോസ് കൊടുത്തിട്ടുണ്ടോ, അനിമേഷനൊക്കെ കൃത്യമായി ടൈമിംഗ് ചെയ്തിട്ടുണ്ടോ, ഹൈപ്പർ ലിങ്കുകൾ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ ടെസ്റ്റ് ചെയ്യാം. ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ എന്ത് ചെയ്യുക, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അത് കൃത്യമായിട്ട് അഡ്മിനിസ്റ്റർ ചെയ്യുക, ആരാണോ ടാർഗറ്റ് ഓഡിയൻസ് അവരിലേക്ക് എത്തിക്കുക. ദിസ് ഫേസ് എക്സ്പ്ലെയിൻസ് ഹൗ ടു ഇൻസ്റ്റാൾ. ഈ ഒരു ഫേസിലാണ് എങ്ങനെ അത് ഇൻസ്റ്റാൾ ചെയ്യണം, എങ്ങനെ അത് യൂസ് ചെയ്യണം, അതിലുള്ള ഡിഫിക്കൽട്ടീസ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത്. ഇറ്റ് ചെക്സ് ദ പ്രൊഡക്റ്റ് ആക്യുറസി ആൻഡ് ക്വാളിറ്റി മെയിൻ്റനൻസ്. അപ്പോൾ അതിലൂടെ പ്രൊഡക്റ്റ് ആക്യുറസിയും ക്വാളിറ്റി മെയിൻ്റനൻസും ഒക്കെ ഉറപ്പുവരുത്താം. ആറാമത്തെ സ്റ്റേജിൽ പറയുന്നത് ഇവാലുവേഷൻ ഫേസ് ആണ്. ഇവാലുവേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തെടുത്തത് എല്ലാം സക്സസ്ഫുൾ ആണോ, എവിടെയാണ് നമുക്ക് ഡ്രോബാക്ക് വന്നത് എന്നുള്ള കാര്യങ്ങൾ നോക്കുക. ഇത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഇഫക്റ്റീവ്നെസ് കൊണ്ടുവന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിൽ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫേസിൽ കൃത്യമായിട്ട് അതിന് ഫീഡ്ബാക്ക് എടുക്കുക, ലേണേഴ്സിൻ്റെ കയ്യിൽ നിന്നും ഇൻസ്ട്രക്ടേഴ്സിൻ്റെ കയ്യിൽ നിന്നും. കാരണം ഈ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആർക്ക് വേണ്ടി, ഇൻസ്ട്രക്ടേഴ്സിന്, അവരാർക്ക് അത് പ്രൊവൈഡ് ചെയ്യുന്നത് അതിൻ്റെ ലേണേഴ്സിന്. അപ്പോൾ ഈ രണ്ടുപേരും സാറ്റിസ്ഫൈഡ് ആണോ നോക്കുക. അപ്പോൾ ഈ ഒരു ഫീഡ്ബാക്ക് റിയാക്ഷൻ അറിഞ്ഞതിന് ശേഷം നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ കൊണ്ടുവരണമെങ്കിൽ ആ രീതിയിലൊക്കെ മാറ്റിയിട്ട് വേണം അടുത്തത് അത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടതെന്നാണ് പറയുന്നത്. സോ ഇത്രയാണ് ഇതിൻ്റെ ഈ ഒരു ഫേസ്, ഇത്രയും ഘട്ടങ്ങളിലൂടെയാണ് ഈ കണ്ടന്റ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് ഇതിനുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഇവിടെ നമുക്ക് ഹൈപ്പർ ലിങ്കിങ് ഉണ്ട്. ഹൈപ്പർ ലിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ കണ്ടന്റ്സിനെ നമുക്ക് ലിങ്ക് ചെയ്യാം മറ്റുള്ള പേജുകൾ, ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദ ബുക്ക്. ആ ബുക്കിൻ്റെ തന്നെ രണ്ട് സൈഡിലും കിട്ടുന്ന പോലെ തന്നെ ലിങ്കുകൾ കൊടുക്കുക, ലിങ്ക് ചെയ്യാം. നോൺ ലീനിയാരിറ്റി, വേറൊരു അഡ്വാൻറ്റേജ് നോൺ ലീനിയാരിറ്റിയാണ്. അതായത് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് യൂസേഴ്സിന് എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ പറ്റുക. ആൻഡ് മൾട്ടിമീഡിയ യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഡാറ്റ ഡെൻസിറ്റി, കുറേ സ്റ്റോറിന് പകരം നമുക്ക് വളരെ ഷോർട്ടാക്കിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുക, സെർച്ചിങ് നടത്തുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് ആയിട്ട് ഇവിടെ പറഞ്ഞിരിക്കുക. അപ്പോൾ ഈ കണ്ടന്റ് എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ കണ്ടന്റ്, അതിൻ്റെ ആ ഒരു ഫീച്ചേഴ്സ്, അതിൻ്റെ ടൈപ്സ്, അതിൻ്റെ ഫോംസ്, ആപ്ലിക്കേഷൻ, അതിൻ്റെ മെറിറ്റുകൾ, ഫേസസ്, അഡ്വാൻറ്റേജ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയറായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഓക്കെ, താങ്ക് യു.